ഓക്കെ. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് ഇനി നേരെ ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് നോ പറയാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് അല്ലെ. നോ പറയുക എന്ന് പറഞ്ഞാല് പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളോട് ഒരു കാര്യം ഒരാൾ വന്നിട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ, ഒരു സഹായം ആവശ്യപ്പെടാനോ, അപ്പൊ നമ്മളുടെ അടുത്ത് നമുക്കത് ചെയ്യാൻ അപ്പോ നമുക്ക് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള അവസ്ഥയായിരിക്കില്ല. ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് ചോദിച്ചു വരുന്നതായിരിക്കും. അപ്പൊ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അത്ര തന്നെ പൈസ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അവർ നമ്മളോട് ചോദിച്ചതല്ലേ എന്നതിന്റെ ബേസിസിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കും. അപ്പൊ അവിടെ എന്റെ അടുത്തില്ല, അല്ലെങ്കിൽ എന്റെ അടുത്ത് ഇതേ ഉള്ളൂ, എനിക്കിപ്പോ എടുത്ത് തരാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇന്ന ഒരു ആവശ്യം എനിക്ക് 10 ദിവസത്തിന്റെ ഉള്ളിലുണ്ട്, അപ്പൊ എനിക്കിപ്പോ തന്നാല് ഞാനൊന്ന് വിഷമിക്കും എന്നുള്ള രീതിയിലൊന്നും നമുക്ക് അവിടെ പറയാൻ കഴിയുന്നില്ല. പലർക്കും അങ്ങനെ പറയാൻ കഴിയുന്നില്ല. ഇതാണ് നോ പറയുക, നോ പറയാൻ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പം എന്റെ പല ക്ലയൻസും ഇതേപോലെ പറയലുണ്ട്, ഇങ്ങനെ നോ പറയാൻ ബുദ്ധിമുട്ടാണ്, അതെന്താന്ന് അറിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അവരെ മീൻസ് ഈ ക്ലയൻസിന്റെ കാര്യം പറഞ്ഞു, ഈവൻ ഞാൻ പോലും ഒരിക്കൽ ഒരു സമയത്ത് എനിക്കും ഇങ്ങനെയായിരുന്നു. എന്റെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും ആവശ്യമുള്ള സമയത്ത് നോ പറയാനും നമുക്ക് ഭയങ്കര മടിയായിരിക്കും. അപ്പൊ ഇത് ഈ നോ പറയാനുള്ള മടി വരുന്നത് പലപ്പോഴും നമുക്ക് വേറെന്തെങ്കിലും എന്താ പറയാ, വേറെന്തെങ്കിലും കേസ് കൊണ്ട്, വേറെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യൂല എന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഈ നോ പറയുമ്പോൾ അതൊരു റിജക്ഷൻ ആയി പോവും, അതല്ലെങ്കിൽ അവരെ നിഷേധിക്കുന്നതിന് തുല്യമായിട്ടുള്ള വാക്കുകളായി പോവും, അങ്ങനെ ആയി പോവും എന്നൊക്കെ പേടിച്ചിട്ടാണ് നമ്മളിത് പറയാതിരിക്കുന്നത് അല്ലെ. ചില സമയത്ത് നമ്മൾ ഒന്ന് ചില സമയത്ത് നമ്മൾ നമുക്ക് മറ്റുള്ളവർ നമ്മൾ കാരണം വിഷമിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല അല്ലെ. മറ്റുള്ളവർ നമ്മൾ കാരണം വിഷമിക്കുന്നത് തീരെ ഇഷ്ടമല്ല. അപ്പം അപ്പൊ അത് പേടിച്ചിട്ട്, അതായത് നമ്മൾ കാരണം അവർ വിഷമിച്ചു പോകുമോ, അവർക്ക് വിഷമമാവുമോ എന്നൊക്കെ പേടിച്ചിട്ട് നമ്മൾ മിണ്ടാതിരിക്കും. ചിലപ്പോൾ നമുക്കത് ചെയ്യാനൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല, അവര് പറഞ്ഞ പണിയെടുക്കാനൊന്നും താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കാരണം അവരുടെ സന്തോഷം നശിച്ചു പോകുമോ, അല്ലെങ്കിൽ അവരെന്നെ ആക്സെപ്റ്റ് ചെയ്യില്ലേ, അല്ലെങ്കിൽ ഞാൻ അവരിൽ ഒരു ഇഷ്ടക്കേട് ഉണ്ടാക്കുമോ, അത് ഇങ്ങനെ ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്നെ ഇഷ്ടമല്ലാത്ത ഒരു അവസ്ഥ വരുമ്പോൾ എന്റെ സ്ഥിതി എന്തായിരിക്കും, എന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാല് നോ പറയാതെ യെസ് പറയും. ഒക്കെ ഞാൻ ചെയ്തോളാം, ഇതെല്ലാം ഞാൻ ഏറ്റെടുത്തോളാം എന്നുള്ള രീതിയിൽ അവരങ്ങനെ പറഞ്ഞു വരുന്നുള്ളത്. അപ്പൊ ഇവിടെ ഈ നോ പറയാൻ മടിക്കുന്നവര് അവര് ആക്ച്വലി അങ്ങനെ യെസ് പറയാനുള്ള അവരുടെ ഉത്തേജനം എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് റിജക്ഷൻ ആണ്. എന്നെ അവർക്ക് എന്നെ ഇഷ്ടമുണ്ടാവില്ല എന്നുള്ള ആ ഒരു തോട്ടാണ്, നമ്മളെ ആക്സെപ്റ്റ് ചെയ്യൂല എന്നുള്ള തോട്ടാണ്. ഇങ്ങനെയൊക്കെ വല്ലാതെ നമ്മളെ ഉള്ളിൽ വന്ന് ഇങ്ങനെ കളിക്കുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കാര്യത്തിനോടും യെസ് യെസ് യെസ്, അത് ഞാൻ ചെയ്തോളാം, ഇത് ഞാൻ ചെയ്തോളാം, ഇതെല്ലാം ഞാൻ ചെയ്തോളാം, എല്ലാ പണിയും ഞാൻ എടുത്തോളാം, നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം എന്റേതാണ്, ഇത് ഞാൻ ചെയ്തിരിക്കും, ഇത് ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം എന്നുള്ള ഒരു വാശിയിലൊക്കെ ആയിട്ട് നടക്കുന്നത്. ചിലവർ ഇത് അത്ര നല്ല വാശിയിലൊന്നും ആയിട്ടില്ല എടുക്കുക, ചിലവർക്ക് ഇങ്ങനെ സഹിച്ച് കടിച്ചു പിടിച്ചിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ആർട്ടാണ്. നോ പറഞ്ഞ് ശീലിക്കുക എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. എനിക്കത് പറ്റൂല, എനിക്ക് ഇന്ന കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. ഇപ്പൊ നമ്മൾ ടീച്ചേഴ്സൊക്കെ ചിലപ്പോ നമുക്ക്, ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്തതാണല്ലോ. അപ്പൊ ചില സമയത്ത് നമുക്ക് നമ്മളെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും, വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾ ഇതും കൂടെ ഒന്ന് ചെയ്തു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്, ആരെങ്കിലും ഇതൊന്ന് നിങ്ങൾ ഇതാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെടുത്ത് വരുമ്പോൾ നമ്മൾ ആക്ച്വലി നമുക്ക് ഓൾറെഡി കൺജസ്റ്റഡ് ആയിട്ടുള്ള ഷെഡ്യൂളിൽ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതും കൂടെ ഏറ്റെടുക്കാനുള്ള സമയമൊന്നും നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ, ഓ അവര് പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ എന്റെ സുപ്പീരിയർ പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ എന്റെ ഏറ്റവും എന്റെ ടീമിലെ ആളെ അല്ലെ എന്റെ ഡിപ്പാർട്ട്മെന്റിലെ ആളെ പറഞ്ഞതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇനിയിപ്പോ അവരെ മുഷിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ അതങ്ങോട്ട് ഏറ്റെടുക്കും. പറയുമ്പോൾ നമ്മൾ കൺജസ്റ്റഡ് ആയിരിക്കും, നമുക്ക് അതിന് സമയം ഉണ്ടാവില്ല, നമ്മൾ ഇങ്ങനെ ശ്വാസം വലിച്ചുകൊണ്ട്, ഇങ്ങനെ ഓരോ ചക്രശ്വാസം വലിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടി. പക്ഷെ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് നോ പറയാൻ പറ്റും. കാരണം നമ്മുടെ ഉള്ളിൽ ഒരു ഫീലിംഗ് ആണ്, ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, അവർക്ക് ഞാനത് പറഞ്ഞാൽ ഓ ഓളൊരു തനിഷ്ടക്കാരി, ഓളെടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും ഏറ്റെടുക്കൂല, അങ്ങനൊക്കെ ഒരു ഫീലിംഗ് വരും എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളത് പറയുന്നത്. അവിടെ നമ്മൾ അവരുടെ ഫീലിങ്സിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. നമ്മളോട് ചോദിക്കുന്ന ആൾക്കാർ ആരാണോ അപ്പുറത്തുള്ള ആള്, ആ അപ്പുറത്തെ ആൾക്കാർക്കാണ് നമ്മൾ അവരുടെ ഫീലിങ്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നതാണ്. അപ്പം ഇങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമ്മൾ എവിടെയോ ഉപേക്ഷിച്ച് പോകണം. നമുക്ക് തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, നമ്മളെ ഇഷ്ടത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, നമ്മളെ ഹെൽത്ത്, നമ്മളെ ടൈം, നമ്മളെ വാല്യൂന്, നമ്മളെ എനർജീന്
ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഒക്കെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്താണ്. അവർ എന്ത് ചെയ്താലും അവരെ വിഷമിപ്പിക്കാൻ പാടില്ല, അവരെ സന്തോഷിപ്പിക്കാനേ പാടുള്ളൂ. അപ്പൊ നമ്മുടെ സന്തോഷവും നമ്മുടെ വിഷമവും ഒന്നും അവിടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്നില്ല. ആർക്കും വേണ്ടാത്ത ഒരാളായിട്ട് നമ്മൾ അവിടെ നമ്മളെ തന്നെ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ നമുക്ക് പ്രയോറിറ്റി കൊടുത്തു വേണം നമ്മളിത് ചെയ്യാന്. അപ്പൊ ഇതില് സ്ത്രീകൾക്കാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്, പ്രത്യേകിച്ചും കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ കല്യാണത്തിന് മുന്നേ നമ്മളോട് ഇങ്ങനെ പറയും, എങ്ങനെ നീ വേറൊരു വീട്ടിലേക്ക് പോവാണ്, അവിടെ നല്ല രീതിയിൽ നിൽക്കണം, അവിടെ നമ്മളെ വീട്ടിൽ കളിക്കുന്ന കളിയൊന്നും അവിടെ കളിക്കാൻ പാടില്ല, പിന്നെ നല്ല അവര് പറയുന്നത് പോലൊക്കെ അനുസരിക്കണം, അവരെ ഇഷ്ടക്കേടിലാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു ലോഡ് ഉപദേശം തരാൻ ഒരു ലോഡ് ആൾക്കാരുണ്ടാവും. എല്ലാരും തരും അല്ലെ? അവിടെ പോയിട്ട് കച്ചറ കളിക്കരുത്, എല്ലാം കേട്ടണം, ഇതാക്കണം, സഹിക്കണം, അഡ്ജസ്റ്റ് ചെയ്യണം, അതാക്കണം, ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഉപദേശങ്ങൾ. അപ്പൊ ഇതൊക്കെ കേട്ട് പോകുന്ന ഒരു പെൺകുട്ടി വേറൊരു വീട്ടിൽ ചെന്നാല് ഫസ്റ്റ് എന്താണെന്നറിയോ ചെയ്യുക, എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവരെ നമ്മൾ സങ്കടപ്പെടുത്താൻ പാടില്ലല്ലോ, അവരെ നമ്മൾ എപ്പോഴും സന്തോഷിപ്പിച്ച് നിർത്തണല്ലോ. അങ്ങനെ ചെയ്താലേ എനിക്ക് ആ വീട്ടിൽ ആക്സെപ്റ്റൻസ് ഉള്ളൂ, എങ്ങനെ ചെയ്താലേ എനിക്ക് ആ വീട്ടിൽ വാല്യൂ ഉള്ളൂ, അങ്ങനെ ചെയ്താലേ എനിക്ക് ആ വീട്ടിൽ ഒരു സ്ഥാനമുള്ളൂ എന്ന ഒരു എവിടെയോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആ കുട്ടിയിൽ നമ്മൾ തന്നെ ആ കുട്ടിയുടെ വീട്ടുകാർ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോ പിന്നെ ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല അല്ലെ? എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യാൻ നോക്കുക. അവൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ പറ്റില്ല. പിന്നെ ഇതേപോലെ അവൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തു കൊടുക്കാൻ, ഒന്ന് ബുക്ക് വായിക്കാനോ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാനോ ഒന്നിനും അവള് സമയം കിട്ടില്ല. കാരണം അങ്ങനെ ഇരുന്നാൽ, അങ്ങനെ ഇരിക്കാൻ അവൾക്ക് പേടിയാണ്. കാരണം ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന കാണുമ്പോൾ അവർ മടിച്ചിയാണോ എന്ന് വിചാരിക്കോ, അല്ലെങ്കിൽ ഞാൻ അവരെ സഹായിക്കുന്നില്ല എന്ന് വിചാരിക്കുക, അങ്ങനെ വല്ലാത്ത വേറെ എന്തൊക്കെയോ തോട്ട്സുകൾ ആ കുട്ടീനെ വന്നിട്ട് അലട്ടും എന്നുള്ളതാണ്. കാരണം അവിടെ പേടിയാണ് ആ കുട്ടീനെ ബാധിക്കുന്നത് അല്ലെ? ഫിയർ ഓഫ് റിജക്ഷൻ. അവരെന്നെ റിജക്ട് ചെയ്യോ, അവരെനിക്ക് വാല്യൂ തരും, അപ്പൊ അവരെങ്ങനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് വയ്യെങ്കിൽ കൂടി നമ്മൾ അത്ര തന്നെ സുഖമല്ലാതെ ശാരീരികമായിട്ട് നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് പോലും ചിലപ്പോൾ അവിടെ ഒന്ന് പറയേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ, എന്ത് എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, എനിക്കിപ്പോ ചെയ്യാൻ പറ്റുന്നില്ല, ഞാനൊന്ന് പോയി കിടന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കുന്നതേ ഉണ്ടാവുള്ളൂ, അവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് കിട്ടിയ പ്രോഗ്രാമിംഗ് എന്താണ്? അവിടെ പോയാൽ അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ, എന്ത് പറഞ്ഞാലും കേൾക്കാൻ കേട്ടോ, അവരോട് മറുത്തൊന്നും പറയട്ടോ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് നമ്മളെ അവസ്ഥ, നമ്മളെ കണ്ടീഷൻ സത്യം പോലും പറയാൻ നമുക്ക് പേടിയാണ്. കാരണം ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ റിജക്ട് ചെയ്യോ, അവരെന്നെ ആഹ് ഇഷ്ടപ്പെടാതിരിക്കുമോ എന്നുള്ളൊരു സമയം. അപ്പൊ നമുക്ക് നമുക്ക് സുഖമില്ലാത്ത സമയത്ത് പോലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സുഖമില്ലാണ്ട് നമ്മൾ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കും. സംഭവം അവർക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല, പക്ഷെ നമ്മളെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നമാണ് അവിടെ വരുന്നത്. പക്ഷെ ഈ കുട്ടിക്ക് ആ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഉള്ളിൽ ഇങ്ങനത്തെ ഇങ്ങനത്തെ ചിന്തകളാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സോ ഇവിടൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയണം. ഏതൊക്കെ കാര്യങ്ങളിലാണ് ഞാൻ കംഫർട്ടബിൾ, ഏതൊക്കെ കാര്യങ്ങൾ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഒരു ഷെഡ്യൂൾ ഉണ്ടാവും അല്ലെ? നമ്മൾ ഓരോ കാര്യങ്ങൾ ഇന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പം അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും, അതെല്ലാം നമ്മൾ ചെയ്ത് തീർക്കണം. അപ്പൊ നമ്മൾ ജോലിക്കാരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും വളരെ ബിസി ആയിട്ടുള്ള ആൾക്കാർക്കും, ഈ ഇപ്പൊ വീട്ടില് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഹസ്ബൻഡ്, എല്ലാ കാര്യങ്ങളും ഒരുപാട് ചെയ്യാനുണ്ടാവും. അപ്പം ഇതിനൊക്കെ നമ്മൾ ടൈം അലോട്ട് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പൊ ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒരു പുതിയ കാര്യം ചെയ്യാൻ വരുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷിഫ്റ്റ് ചെയ്യും. പക്ഷെ നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാൽ ബാക്കിയുള്ളവരുടെ എല്ലാ ലിസ്റ്റുകളും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളുടെ മാത്രം ബാക്കിയായി, നമ്മളെ കാര്യങ്ങൾ മാത്രം പറയുള്ളൂ. നമ്മളെ കാര്യം ഇങ്ങനെ ബാക്കിയായി ഇപ്പൊ ബാക്ക്ലോഗ്, ഇപ്പൊ സപ്ലി, എക്സാം എഴുതി സപ്ലി കിട്ടുക എന്നൊക്കെ പറയും പോലെ ഓരോ ദിവസം കൂടുന്തോറും ഇങ്ങനെ ബാക്കിയായി വരുമ്പോൾ പിന്നെ അതൊരു ലോഡ് വർക്കാവും. പിന്നെ നമുക്ക് തന്നെ നമ്മളോട് ഒരു ഇഷ്ടമല്ലാതായി തുടങ്ങും. കാരണം നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ പെൻഡിങ്. അപ്പൊ നമുക്ക് എവിടെയോ നമ്മളെ മിസ്സായി തുടങ്ങും. കാരണം ഞാൻ ജീവിക്കുന്നത് പോലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട്, എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട്. അതിനൊന്നും എനിക്ക് എന്റേതായ ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നു. നമ്മള് എന്റേതായ ഒരു സന്തോഷം കണ്ടെത്തിട്ട് നമ്മുടേതായ സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എപ്പോഴും നമ്മൾ എന്ന സ്വയത്തെ അവിടെ നിലനിർത്താൻ പറ്റും. നമ്മളെപ്പോഴും നമ്മൾ ഹാപ്പി ആക്കി നിർത്തുമ്പോഴേ നമുക്ക് മറ്റുള്ളവരെയും നമുക്ക് നല്ല രീതിയിൽ ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക്കലി നമ്മൾ എന്താണ്,
എന്ന് തിരിച്ചറിഞ്ഞ് നമ്മളെ കംഫർട്ട് സോൺ എന്താണ്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല, എന്റെ ഹെൽത്ത് സ്റ്റാറ്റസിനനുസരിച്ച് ഈ ഒരു അവസ്ഥയിൽ എനിക്ക് എങ്ങനെയൊക്കെ എത്ര സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ അത് തുറന്ന് പറയുകയും അതിനനുസരിച്ച് ഈ തുറന്ന് പറയുക എന്ന് പറയുമ്പോൾ നമ്മളോട് ഇപ്പൊ വല്ലാതെ ക്ഷീണിച്ചു നിൽക്കുന്ന സമയത്ത് എനിക്ക് ഈ ഇതും കൂടെ ചെയ്തു തരുമോ എന്ന് നമ്മളോട് പറയുമ്പോൾ എനിക്കിപ്പോ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്തു തന്നാൽ മതിയോ എന്ന് ചോദിക്കാൻ പോലും മടിയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പോലും മടിയുള്ള ആൾക്കാർ ഇവിടൊക്കെ അവർക്ക് നോ പറയാൻ മടിയാണ്, പേടിയാണ്. ബിക്കോസ് ദേ ഫിയർ ഓഫ് റിജക്ഷൻ. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറെ എന്തെങ്കിലും ഗുരുമാല എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവും, കാരണം അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം. കാരണം ഇവിടെ ഇത് എങ്ങനെ മാറ്റിയെടുക്കണം എന്ന് വെച്ചാൽ ഇവിടെ ഏതൊക്കെ കാര്യങ്ങളാണ് ഞാൻ കംഫർട്ടബിൾ അല്ല എന്ന് മനസ്സിലാക്കി, എന്തുകൊണ്ട് ഞാൻ കംഫർട്ടബിൾ അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചില ഓഫീസിലൊക്കെ പോയാൽ നമുക്ക് തന്നെ ഒരുപാട് വർക്കുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് വീഡിയോ മോഡിൽ വരാൻ പറ്റുകയാണെങ്കിൽ രണ്ടുപേരും എന്തായാലും വീഡിയോ മോഡിൽ വരാം. ഓക്കെ. അപ്പം അതാകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്, ക്ലാസ് എടുക്കാൻ കുറച്ചും കൂടി എനർജി ആയിരിക്കും. അപ്പൊ നമ്മള് ഈ ഓഫീസിലൊക്കെ പോയാൽ ഇതേപോലെ ഒരുപാട് വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതും കൂടെ ഒന്ന് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ ഒരു പ്രശ്നം നമ്മളെ ഉള്ളിൽ ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കും വെച്ചാല്, ഓക്കെ, നമ്മൾ അതങ്ങോട്ട് ഏറ്റെടുക്കും. നമ്മൾ അതങ്ങോട്ട് ഏറ്റെടുത്തിട്ട് നമ്മളിങ്ങനെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആവും. നമ്മൾ എന്നിട്ട് നമ്മുടെ എല്ലാം പെൻഡിങ് ആയി നിന്നിട്ട് നമ്മൾ പിന്നെ നമുക്ക് ദേഷ്യം വരാൻ തുടങ്ങും, നമുക്ക് ഫ്രസ്ട്രേഷൻ വരാൻ തുടങ്ങും. എന്തിനാ ഞാൻ ഈ വയ്യാവേലി തലക്കെടുത്ത് വെച്ചതെന്ന് നമ്മൾ തന്നെ നമ്മളോട് ഇങ്ങനെ വെറുക്കാൻ തുടങ്ങും അല്ലെ. ഇത് പല സിറ്റുവേഷനിൽ പലർക്ക് പല രീതിയിലായിരിക്കും തോന്നുക. അപ്പൊ നമ്മളിങ്ങനെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളെ തലയിൽ കയറ്റി വെക്കണം, എന്തിനാ ആവശ്യമില്ലാത്ത തലവേദനകൾ നമ്മളിങ്ങനെ തലയിൽ വെക്കുന്നത്. നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് നമ്മൾ ഒഴിവാക്കണം. അതെങ്ങനെയെന്ന് പറഞ്ഞാല് നമ്മൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് പൊളൈറ്റ് ആയിട്ട് തന്നെ നമ്മൾ നോ എന്ന് പറയുന്നതിലൂടെയാണ് നമുക്ക് നമ്മളെ എനർജീനെ നമ്മുടെ ടൈമിനെ ഒക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒരു നോ പറയുന്നത് കൊണ്ട് അവിടെ ഒന്നും സംഭവിക്കാൻ പറ്റില്ല, ആരും നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാനൊന്നും പറ്റില്ല. അത് നമ്മൾ പറയുന്ന രീതിയാണ്. എനിക്ക് ഞാനാണ് വലുത്, എന്റെ ഇഷ്ടങ്ങളാണ് വലുത് എന്ന് പറഞ്ഞ് മുഖത്തടിച്ച പോലെ ഞാനിത് ചെയ്യൂല, എനിക്കിപ്പോ ഇത് ചെയ്യണം എന്ന് അങ്ങനെ പറയാനല്ല പറയുന്നത്. നമ്മുടെ അവസ്ഥകളും നമ്മുടെ കണ്ടീഷൻസും എല്ലാം മനസ്സിലാക്കി അവരോട് തുറന്ന് പൊളൈറ്റ് ആയിട്ട് പറയാനാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് നമ്മളായിട്ട് നിൽക്കാൻ സാധിക്കുക. നമ്മളായിട്ട് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് എനിക്കും സന്തോഷം കണ്ടെത്താൻ പറ്റും, മറ്റുള്ളവരെയും നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റും. അല്ലാതെ ഒരു സൈഡ് വൺ വേ മാത്രം, ഇപ്പൊ വൺ വേ ലവ് എന്നൊക്കെ പറയും പോലെ വൺ വേ മാത്രം നമ്മൾ ബാക്കിയുള്ളവരെ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുകയാണ്. നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല, നമുക്ക് വേണ്ടി സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല, നമുക്ക് റെസ്റ്റ് എടുക്കാൻ തോന്നുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കുന്നില്ല. അതൊന്നും ചെയ്യാതെ നമ്മൾ എല്ലാത്തിനും യെസ് 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 എന്ന് പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോട് നമ്മൾ നോ പറയണം. മറ്റുള്ളവരോട് നമ്മൾ നോ പറയാൻ മടിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോട് നമ്മൾ നോ പറയാണ്. അപ്പൊ ചിലപ്പോ ഒരാൾ വെറുതെ ഇങ്ങനെ പായാരം പറയാൻ വന്ന് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അവരോട് നമുക്ക് ഇപ്പൊ ഞാനിപ്പോ കുറച്ച് ബിസിയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഈ പണിയൊന്നും എടുത്തോട്ടെ എന്ന് പറയാൻ നമുക്ക് മടിയാണ്. കാരണം ഈ അവരിങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ അവരെ കൂടെ കൂടി നമ്മുടെ സമയം നഷ്ടപ്പെടുകയാണ്. ആ സമയം നമുക്ക് വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ എഴുന്നേൽക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അപ്പൊ നേരത്തെ എഴുന്നേൽക്കുന്നതിനോട് അല്ലെങ്കിൽ വൈകി എഴുന്നേൽക്കുന്നതിനോട് നമ്മൾ യെസ് പറയുകയാണെങ്കിൽ നമുക്ക് നേരത്തെ എഴുന്നേറ്റ് നമുക്കൊന്ന് നടക്കാൻ പോകാനോ അല്ലെങ്കിൽ എക്സസൈസിന് പോകാനോ ഉള്ള കാര്യത്തിനോട് നമ്മൾ നോ പറയണം. അത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന അനീതിയാണ് അല്ലെ. ഇപ്പൊ നമ്മളെ കുട്ടികൾ നമ്മളെ വീട്ടിൽ നിന്ന് എക്സാം ആവുമ്പോൾ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വന്നാൽ ചിലരെന്തെയും ആ കുട്ടികളെ വിളിച്ചിരുത്തി ആ ഗസ്റ്റിന്റെ ഇടയിൽ എത്തും. ചിലപ്പോൾ അവിടെ അതിന്റെ ഒരു ആവശ്യം ഉണ്ടല്ലോ, കുട്ടിക്ക് അവിടെ ഇരുന്ന് പഠിക്കാനേ ഉണ്ടാവും. പക്ഷെ ചിലർ നല്ല പൊളൈറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ പറയും, ആ മൂക്ക് എക്സാം ആണ് പഠിക്കാൻ അവളെ വിളിക്കാതെ നിന്നതാണ്, കാരണം അവള് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ആ ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞാൽ ആ വരുന്ന ഗസ്റ്റിന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ നമ്മൾ നമ്മുടെ കാര്യത്തിന് നമ്മൾ എങ്ങനെ പറയണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ പോയി സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് നമ്മളെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളല്ലാത്തൊരു ജീവിതം നമ്മൾ നയിച്ചപ്പോൾ അവസാനം ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. എനിക്ക് ഇങ്ങനെയൊന്നും ആവാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര സങ്കടം, അതായത് നമ്മളെ നഷ്ടപ്പെട്ട ഒരു സങ്കടവും വേദനയും കൊണ്ട് വരാൻ തുടങ്ങും. അപ്പോഴാണ് പിന്നെ നമ്മൾ ഓരോന്നും തേടി സമാധാനത്തിനും സന്തോഷത്തിനും തേടി നമ്മൾ ഇങ്ങനെ ഓടുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമുക്ക് എന്താണോ വേണ്ടത്, നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ഈ ലോകത്തിലെ നമ്മൾ ഏറ്റവും വലിയ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളോടുള്ള റിലേഷൻഷിപ്പ് അല്ല, നമ്മുടെ മക്കളോടുള്ളതല്ല, നമ്മുടെ പാർട്ട്ണറോടുള്ളതല്ല, നമുക്ക് നമ്മളോടുള്ള റിലേഷൻഷിപ്പാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ എപ്പോഴും നമ്മളെ കപ്പ് ഫുള്ളാക്കി വെച്ച്
വെച്ചാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റൂ അല്ലേ? നമ്മുടെ അടുത്തൊരു ഗ്ലാസ് ഉണ്ട്, ആ ഗ്ലാസ്സിൽ ഫുൾ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ വേറൊരാൾ വന്നിട്ട് എനിക്ക് കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. എന്നാൽ നമ്മുടെ കപ്പ് ഫുൾ അല്ലെങ്കിൽ നമ്മൾ എവിടുന്ന് സ്നേഹം എടുത്തു കൊടുക്കും, എവിടുന്ന് വെള്ളം എടുത്തു കൊടുക്കും, എവിടുന്ന് ഹാപ്പിനെസ് എടുത്തു കൊടുക്കും? അപ്പൊ നമ്മൾ നമ്മളെ തന്നെ ഇല്ലാതാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാല് ഇത് അവസാനം ഈ ഗ്ലാസ്സിൽ വെള്ളം ഇല്ലാണ്ടായി ഒന്നും ഒഴിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തുമ്പോൾ പിന്നെയാണ് ഈ വറ്റി വരണ്ട ഒരു ഹൃദയമായിട്ട് മാറുന്നത്. അപ്പൊ ആ ഹൃദയം കഠിനമാവും. അപ്പൊ നമ്മൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും, ദേഷ്യപ്പെടാൻ തുടങ്ങും, എല്ലാവരോടും ഇഷ്ടക്കേട് തുടങ്ങും. എന്റെ ലൈഫ് മാത്രം ഇങ്ങനെ, നമ്മൾ നമ്മളെ സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നതിന് പകരം നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഏറ്റവും ബെസ്റ്റ് ആക്കാന്നുള്ളത്. ഇവരൊന്നുമല്ല നമ്മുടെ ഏറ്റവും വലിയ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടും ഏറ്റവും നമ്മുടെ ഏറ്റവും വലിയ റിലേഷൻഷിപ്പ് എന്നുള്ളത് നമ്മൾ തന്നെയാണ്. നമ്മൾ ആദ്യം നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബിൽഡപ്പ് ചെയ്യേണ്ടത്. അതായത് സെൽഫിലേക്ക് നമ്മളെ ഇറങ്ങിയിട്ട് നമ്മളെ അറിയണം. വെറുതെ അറിഞ്ഞാൽ പോലെ നമ്മളെ തിരിച്ചറിയണം. എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ന വ്യക്തിയെ നമ്മൾ നന്നായിട്ട് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണമല്ലോ. അപ്പോഴാണ് നമുക്ക് നമ്മുടെ റോൾ ഏറ്റവും ബെസ്റ്റ് ആക്കുമ്പോഴാണ് നമ്മളെന്ന ഉമ്മയെ നമുക്ക് ബെസ്റ്റ് ആക്കാൻ പറ്റും, നമ്മളെന്ന ഭാര്യ അല്ലെങ്കിൽ നമ്മളെന്ന ഹസ്ബൻഡിനെ നമുക്ക് ബെസ്റ്റ് ആക്കാൻ പറ്റും, നമ്മളെന്ന മകളെ നമുക്ക് ബെസ്റ്റ് ആക്കാൻ പറ്റും. കാരണം നമ്മൾ ബെസ്റ്റ് ആക്കുമ്പോഴാണ് എല്ലാവർക്കും നമ്മളിലെ ബെസ്റ്റ് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. സോ അവിടെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു ആയത്തുണ്ട്, അതായത് എന്താന്ന് വെച്ചാല് മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു എന്ന് പറഞ്ഞിട്ട്, ആര് അവനെ അറിഞ്ഞോ അവൻ ദൈവത്തെ അറിഞ്ഞു എന്നുള്ളത്. അപ്പൊ നമ്മൾ നമ്മളെ തിരിച്ചറിയുമ്പോൾ അവിടെ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തെ, നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെയും കൂടിയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അങ്ങനെ തിരിച്ചറിയുമ്പോൾ ആ സൃഷ്ടാവിലേക്ക് നമ്മൾ അലൈൻ ചെയ്ത് ആ ഡിവൈൻ കണക്ഷനിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ പിന്നെ നമുക്ക് ആരോടും ഒരു ദേഷ്യം ഉണ്ടാവില്ല, ആരെയും നമുക്ക് റിജക്ട് ചെയ്യാനൊന്നുമില്ല. അതായത് എല്ലാവരോടും നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും നമ്മൾ എല്ലാവർക്കും കൊടുക്കുക. അപ്പം നമ്മളിലുള്ള ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഇപ്പൊ കൊടുക്കാൻ പറ്റാത്തത്, നമുക്ക് ഇപ്പൊ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ്, നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നാണ്. വി ആർ ലിവിങ് ഫോർ അതേഴ്സ്, വേറുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുമ്പോൾ ഇതൊന്നും സാധ്യമാകൂല എന്നുള്ളതാണ്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നർച്ചർ ചെയ്തെടുക്കുക, പരിപോഷിപ്പിച്ചെടുക്കുക, നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത്. ഇതൊന്നും സെൽഫിഷ് അല്ല കേട്ടോ, നമ്മളെ മാത്രം നോക്കിക്കുമ്പോൾ ഇതൊരു സെൽഫിഷ് ആവൂല എന്ന് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്കും അതേപോലെ നിന്ന് കണ്ട് നോക്കി കാണാൻ നമുക്ക് സാധിക്കണം. അതായത് നമ്മൾ പറയല്ലോ, നിങ്ങളുടെ സ്വാതന്ത്ര്യം എവിടെ അവസാനിക്കുന്നു, മറ്റുള്ളവരുടെ മൂക്കിന്റെ തുമ്പത്ത് അവസാനിക്കുന്നു. അവിടെ നമ്മൾ കൈകടത്താൻ പറ്റില്ല. അവരുടെ ബോഡിയിൽ ടച്ച് ചെയ്യുമ്പോഴാണ് അവർക്ക് ഹേർട്ട് ചെയ്യുന്നത്, അവർക്ക് ഫീൽ ചെയ്യുന്നത്. അവരെ ടച്ച് ചെയ്യാത്തോടത്തോളം കാലം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി നടത്തുകയാണെങ്കിൽ അവിടെ യാതൊരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ്. അവിടെ നമുക്ക് നമ്മുടെ full ആയിട്ട് തന്നെ എല്ലാ ഫ്രീഡവും ഉപേക്ഷിച്ച് നമുക്ക് നിർത്താം. മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാത്തോളം കാലം ഇറ്റ് ഇസ് ഓക്കെ ടു ലിവ് അവർ ഓൺ ലൈഫ്. അതന്നെയാണല്ലോ നമ്മൾ സാമൂഹിക ദ്രോഹികൾ എന്ന് നമ്മൾ പറയും. എന്തുകൊണ്ടാണ് അവരെ ദ്രോഹികൾ എന്ന് പറയുന്നത്? അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോട്ടെ, പക്ഷെ അത് മറ്റുള്ളവർക്ക് ഒരു ദ്രോഹം ഉണ്ടാക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ദ്രോഹം തന്നെയാണ്. പക്ഷെ നമ്മൾ നമ്മളെ കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു ദ്രോഹമില്ല, നെഗറ്റീവ്സ് ഇല്ല, അവരെ ഹേർട്ട് ചെയ്യുന്നില്ല, അവർക്ക് അത് പെയിൻ ഉണ്ടാക്കുന്നില്ല എങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഡു. പക്ഷെ അങ്ങനെ പോലും ചെയ്യാൻ എല്ലാവർക്കും പറ്റുന്നില്ല. അപ്പൊ അതിനാണ് നമ്മൾ പറഞ്ഞത് നമ്മളെ മനസ്സിലാക്കണം. നമ്മളെ മനസ്സിലാക്കുമ്പോൾ നമ്മളെ സൃഷ്ടാവിനെ മനസ്സിലാക്കും. അങ്ങനെ നമ്മളെ സൃഷ്ടാവിനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സ്പിരിച്വൽ ഗ്രോത്തും ഉണ്ടാവും. ഇതാണ് നമ്മളെ വർക്ക്ഷോപ്പിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്ന സെൽഫിനെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആക്കി നർച്ചർ ചെയ്യാൻ നമ്മൾ പഠിപ്പിച്ചെടുക്കും. നമ്മളിലെ ആവശ്യമില്ലാത്ത എല്ലാ തോട്ട്സുകളും നമ്മൾ ഒഴിവാക്കും, നമ്മൾ ക്ലീൻ ചെയ്ത് അൺലേൺ ചെയ്ത് അവിടെ നമ്മളെ പ്യൂരിഫൈ ചെയ്ത് നമ്മുടെ ഹൃദയത്തിനെ ശുദ്ധി വരുത്തും, ഹൃദയ ശുദ്ധി വരുത്തും. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറാനാണ് നമ്മൾ അവിടെ പരിശീലിപ്പിക്കുന്നത്. അതാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് നമ്മൾ ഓരോന്ന് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഇവിടെ കഴിഞ്ഞ് വേറൊരു ലോകത്തേക്ക് പോകുമ്പോൾ നമ്മൾ കണക്കെടുക്കുന്ന ഒരു സമയമുണ്ട്, നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പൊ ചോദിക്കും, നിങ്ങളുടെ സമയം എങ്ങനെ ചെലവഴിച്ചു, നിങ്ങളുടെ ആരോഗ്യം എങ്ങനെ ചെലവഴിച്ചു, നീ എന്ത് ചെയ്തു എന്നുള്ളത്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ അമലുകൾ അല്ലെങ്കിൽ നല്ല ഗുഡ് ഡീഡ്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ത്, യെസ് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു, ഇതൊക്കെ എന്റെ റെക്കോർഡിലുണ്ട്, ഇതൊക്കെ എനിക്ക് കാണിച്ചു തരാനുണ്ട്. അല്ലാതെ ഇവിടെ നിന്ന് നമ്മൾ മറ്റുള്ളവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ളിൽ അമർഷവും ദേഷ്യവും സഹിക്കലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കടിച്ചമർത്തി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവിടെ ചെയ്തു കൊടുക്കണതിന് കാര്യം ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഇന്റൻഷൻ അപ്പൊ എന്താണ്, ഇന്റൻഷൻ എന്താണ്, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് ആക്സെപ്റ്റൻസ് കിട്ടണം, അതുകൊണ്ട് നിവൃത്തികേട് കൊണ്ട് ഞാനത് ചെയ്യുന്നു.
പക്ഷെ ചിലവർ ഇത് അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. ചിലവർക്ക് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴും അത് എന്റെ റെസ്പോൺസിബിലിറ്റി, അത് എന്റെ ഉത്തരവാദിത്തമാണെന്നുള്ള രീതിയിലാണ് അവർ ചെയ്തു കൊടുക്കുന്നത്. ഇത് എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പെയിൻ ഉണ്ട് എന്നുള്ളത് പോലും ചിലർ അറിയുന്നില്ല. ചിലർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കല്ല് കടിച്ചു മുറിച്ചിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യും. വരാൻ കണ്ട നേരം, അല്ലെങ്കിൽ ഇത് ചോദിക്കാൻ കണ്ട നേരം എനിക്ക് ഒന്ന് വല്ലാത്തൊരു തലവേദന എന്നൊക്കെയുള്ള രീതിയിൽ അവർ ഇങ്ങനെ പുറപ്പെടുത്തുകൊണ്ടിരിക്കും. സോ രണ്ട് ടൈപ്പ് ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാവണം എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതായത് എല്ലാം നമ്മളെ സ്വയം ആദ്യം നമ്മളെ ഫുൾഫിൽ ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മളെ റെക്കോർഡ് ലിസ്റ്റിൽ കുറെ കാര്യങ്ങൾ നൽകുന്നത്. അത് അവിടെ ഹൃദയശുദ്ധിയിൽ നിന്നാണ് പിന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാവർക്കും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക. അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുമ്പോൾ നമുക്ക് എവിടെയാണോ നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ വയ്യാതെ കിടക്കുമ്പോൾ എന്താ മുളപ്പേക്ക് പറ്റുന്നില്ല, എനിക്കിപ്പോ നല്ല വയറുവേദനയാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്തുതരാം, നമുക്ക് പൊളൈറ്റ് ആയിട്ട് നോ പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ, നമ്മൾ ആവാതെ കിടക്കുമ്പോൾ പോലും നമ്മൾ പറയാം ഞാൻ ചെയ്തുതരാം, ഇപ്പൊ വിളിക്കാൻ കണ്ട നേരം തന്നെ അല്ലേ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കാൻ, നമ്മളെ കുട്ടികളോടൊക്കെ തന്നെ നമ്മൾ അങ്ങനെയല്ലേ. നമുക്ക് അവിടെ എന്തോ നമ്മളിങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ നോ പറയുന്നത് ആക്ച്വലി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോ പറയുന്നത്. നമ്മളിപ്പോ കുട്ടികളെയും കൊണ്ട് ബീച്ചിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ലിമിറ്റ് കഴിഞ്ഞ് ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മൾ കുട്ടികളെ നമ്മൾ കളിക്കാൻ വിടില്ല. കാരണം എന്താ, കടൽ എപ്പോഴാണ് ആഞ്ഞടിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. കടൽ പെട്ടെന്ന് ആഞ്ഞടിച്ച് എന്തെങ്കിലും ഒരു കൈയബദ്ധവശാൽ കുട്ടികളെ കൊണ്ട് ഒലിച്ചു പോയാൽ നമുക്ക് നമ്മുടെ ജീവനാണ് ഒലിച്ചു പോകുന്നത്. സോ നമ്മൾ എപ്പോഴും ഒരു ലിമിറ്റ് വെക്കും അല്ലെ. ലിമിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ ബൗണ്ടറീസ് നമ്മളിങ്ങനെ കയറ് വെച്ചിട്ട് ഇതാക്കലൊന്നുമില്ല. നമ്മളെ കണ്ണുകൊണ്ട് ഒരു അളവുണ്ടാവും. അതിൽ നിന്ന് നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ടാണ് പറയും ഈ ഇതിന്റെ അപ്പുറത്തേക്ക് കിടക്കരുത്, അല്ലെങ്കിൽ അവരെ കൈ ഇങ്ങനെ എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവരുടെ മേലിൽ നമ്മൾ എപ്പോഴും ഒരു നോട്ടം ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് നമ്മളെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. അതെന്തിനാണ്? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഫണ്ണായിരിക്കും അല്ലെ. കടലിലേക്ക് ഇറങ്ങി കുളിച്ച് കളിച്ച് മണലൊക്കെ ഇതാക്കി ഷെൽസ് ഒക്കെ പെറുക്കി, അപ്പൊ അവർക്ക് ഭയങ്കര രസമായിരിക്കും. പക്ഷെ നമ്മളെ ഒരു കണ്ണ് അവിടെ അല്ലെങ്കിൽ എന്ത് അപകടം വേണമെങ്കിലും സംഭവിക്കും. പക്ഷെ അപ്പൊ നമ്മൾ അവർ പറയും നോ, നീ ആ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് പോയി. അവർ ചിലപ്പോൾ കാര്യം പ്ലീസ് ഞാൻ കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് വയ്ക്കും. ഇല്ല അല്ലല്ല, ഇവിടാണ് ലാസ്റ്റ് അതിര്, ഇവിടെയാണ് ലാസ്റ്റ് ലിമിറ്റ്, ഇതിന്റെ അപ്പുറത്തേക്ക് നീ പോകരുത് എന്ന് നമ്മൾ കറക്റ്റ് കണിശമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറയും. നോ, നോ എന്ന് നമ്മൾ അവിടെ സ്ട്രിക്റ്റ് ആയിട്ട് പറയും. കാരണം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവനാണ്. അവിടെ നമ്മൾ ആ നോ പറയുന്നത് ഒരു പ്രൊട്ടക്ടിങ് ഷീൽഡ് ആയിട്ടാണ്. ആ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ നോ പറയുന്നത്. ഇതേപോലെ നമ്മളോട് ഒരാൾ വന്നിട്ട് നമ്മളോട് പൈസ, ഇവൻ ഇപ്പൊ പൈസ ചോദിക്കുകയാണെങ്കിൽ പോലും നമ്മളെ അടുത്ത് ഇല്ലാത്ത പൈസ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമല്ലേ. അവിടെ നമ്മൾ നോ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ സാമ്പത്തിക ഭദ്രത നമ്മൾ അവിടെ പ്രൊട്ടക്ട് ചെയ്യാണ്. അപ്പൊ നമ്മളോട് ഒരു സഹായം ചോദിച്ചു വേറെ എന്തെങ്കിലും രീതിയിൽ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ടൈമിനെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഒരുപാട് സ്ട്രെസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്കിത് ചെയ്തു തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്കിപ്പോ സമയമില്ല എന്ന് പറയുമ്പോൾ ആ സമയം നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയം നമുക്ക് നമ്മുടെ ഫാമിലി, നമ്മുടെ കിഡ്സിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഗോൾസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ആയിരിക്കണം നമ്മൾ ഇപ്പോഴും നമ്മൾ തന്നെ ആയിരിക്കണം പ്രയോറിറ്റി. അതൊരു സെൽഫിഷ് ആക്ട് അല്ല. ഇത് പലപ്പോഴും നമ്മൾ നോ പറയാൻ മടിക്കുന്നത് നമ്മളെ സേഫ് ആക്കാനും നമ്മളെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മൾ സേഫ് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ അവിടെ സേഫ് അല്ലാന്ന് തോന്നുന്നത് നമുക്ക് നിൽക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ സെക്യൂർ അല്ലാത്ത സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മളെ ഹാപ്പിനെസ് കണ്ടെത്തുന്നത്, നമ്മളെ സേഫ്റ്റി കണ്ടെത്തുന്നത് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട്, മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചു കൊണ്ടിട്ടുണ്ട്. സോ ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ബൗണ്ടറീസ് ഒക്കെ നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ മാറ്റിയെടുക്കാന്നാണ് ഇപ്പൊ നമുക്കൊരു അവയർനെസ് കിട്ടി. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ നോ പറയാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളോട് ഇങ്ങനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മറ്റേ അവിടെ പോയിട്ട് മോശം പറയരുത്, ഇവിടെ പോയിട്ട് ആക്കരുത്, അവിടെ നിന്ന് അങ്ങനെ ആക്കരുത്, അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല, എങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ പല ആക്ടുകളും, നമ്മുടെ പല ആക്ഷൻസും അവിടെ നിയന്ത്രണ രേഖയിൽ വന്നിരിക്കുകയാണ് അല്ലെ. അത് ചെയ്താൽ അവർക്ക് ഇഷ്ടമല്ല, ഇത് ചെയ്താൽ അവർക്ക് ഇഷ്ടമല്ല, അപ്പൊ ഇങ്ങനെ പെരുമാറിയാലേ അവർക്ക് സന്തോഷമാവുള്ളൂ. അപ്പൊ അതിന്റെ റെസ്പോൺസ്, അവരെ സന്തോഷിപ്പിക്കേണ്ട റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. അങ്ങനത്തെ കുറെ ചൈൽഡ്ഹുഡിലെ എക്സ്പീരിയൻസ് കിട്ടിയത് കൊണ്ടാണ് നമ്മളിപ്പോ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പെരുമാറുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഇനി മാറണം, നമ്മളെ ബൗണ്ടറീസ് നമ്മൾ റീസെറ്റ് ചെയ്യണം. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാല് നമ്മൾ ഇനി പറഞ്ഞു പഠിക്കാം, പറഞ്ഞ് പരിശീലിച്ച് പഠിക്കാം. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നോ, കാരണം ഇത്രയും കാര്യം നോ പറയാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ പുതിയതായിട്ട് നോ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലർ ഇങ്ങനെ നോ പറഞ്ഞു തുടങ്ങുമ്പോൾ, നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് ആയിരിക്കും. ഞാൻ പറയണ്ടില്ല, എനിക്ക് എന്തോ വിചാരിക്കോ, എന്താ പോരിനെ കുറിച്ച് വിചാരിക്കാൻ, അങ്ങനെ ഒരു സഹായം ചോദിച്ചു വന്നിട്ട് എന്നെ കൊണ്ട് ആകുന്നത് ഞാൻ ചെയ്തു കൊടുക്കല്ലേ വേണ്ടി. പക്ഷെ നമുക്ക് അതിന് ജെന്യൂൻ ആയിട്ടുള്ള കാര്യം ഉണ്ടാവും നോ പറയാനുള്ളത്, നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് വരും. അപ്പൊ അവരെന്ത് ചെയ്യും, ഈ നോ പറഞ്ഞതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പിന്നെയും കുറെ സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് അത് പിന്നെ അത് കൊളാക്കുകയും ചെയ്യും. ഇങ്ങനെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ പൊളൈറ്റ് ആയിട്ട് നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക്
നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ "നോ, എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് എനിക്ക് പുറത്തൊരു ഔട്ടിംഗ് ഉണ്ട്, അല്ലെങ്കിൽ വേറൊരു ഷെഡ്യൂൾ ഉണ്ട്, വേറൊരു എൻഗേജ്മെന്റ് ഉണ്ട്" എന്ന് പറഞ്ഞാൽ ആ രണ്ട് സെന്റൻസിൽ അത് പറഞ്ഞു നിർത്തിയാൽ മതി. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ അതിന്റെ മേൽ ഇങ്ങനെ വല്ലാണ്ട് ചിന്തിച്ചു കൂട്ടി നമ്മൾ അതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് കൊളാക്കാൻ വേണ്ടി പോകും. അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു റിജക്ഷൻ അല്ല, ഡിലേ അല്ല. ഇത് നമ്മൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്, നമ്മളെ എനർജീനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, നമ്മുടെ സമയത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. നമുക്ക് നമ്മളുടെ കാര്യത്തിന് നമ്മൾ വാല്യൂ കൊടുക്കും. ബിക്കോസ് ഐ മാറ്റർ, നമ്മൾ എന്ന വ്യക്തി മാറ്റർ ചെയ്യുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നോ പറയുമ്പോൾ ഇറ്റ് ഈസ് ഓക്കെ, ഇത് നല്ല കാര്യം തന്നെയാണ്, ദിസ് ഇസ് നോട്ട് എ സെൽഫിഷ് ആക്ട്. അപ്പൊ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. എല്ലാ കാര്യവും ഇങ്ങനെയാണ്, ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ശീലിപ്പിക്കുക. എന്നിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഇമോഷൻസ് ഫീലിങ്സ് എന്ന് ചെക്ക് ചെയ്യുക, വാട്ട് യു ഫീൽ എന്നുള്ളത്. അപ്പൊ ഓക്കെ ആക്കിക്കൊണ്ട് മെല്ലെ മെല്ലെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാം. ഇത് ഇങ്ങനെ ചെയ്തത് കൊണ്ട് മാത്രമേ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കേസ് എന്ന് പറയുന്നത്, ഇത് എന്തുകൊണ്ട് നമ്മളിൽ ഉണ്ടായി, ഇതെന്തുകൊണ്ട്. അപ്പൊ ചിലപ്പോൾ നമുക്ക് ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും, ലോ സെൽഫ് വർത്ത് ഒക്കെ ആയിരിക്കും. ഇതൊക്കെ നമ്മളെ പല മദർ വൂൺസും ഫാദർ വൂൺസും കാര്യങ്ങളൊക്കെ കൊണ്ടുണ്ടായത് നമുക്ക് ഈ വല്ലാത്ത ഇൻസെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവും. അപ്പൊ അതല്ല, ഈ ഇൻസെക്യൂരിറ്റിയും ലോ വർത്തും സെൽഫ് എസ്റ്റീമും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ പിന്നെ എന്ത് ചെയ്യും, ഇങ്ങനെ പീപ്പിൾ പ്ലീസർ ആയിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പിന്നെ പോകും. അപ്പൊ എന്തുകൊണ്ടാണ് എന്റെ ഉള്ളിലുള്ളത് എന്ന് കണ്ടുപിടിച്ച് അത് ക്ലിയർ ചെയ്യും കൂടെ ചെയ്യുമ്പോൾ, ഈ അതേപോലെ തന്നെ ഇതേപോലെ ആക്ഷൻ കൂടെ എടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മളെ ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് നോ പറയാൻ പഠിച്ച് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആക്കി നമുക്ക് ഉയരാൻ പറ്റുമെന്ന്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഇന്നത്തെ സെഷന്. അവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പൊ നോ പറയുമ്പോൾ നമുക്ക് കൂടുതൽ എന്ത് കിട്ടും, നമ്മൾ നമ്മളെയാണ് റെസ്പെക്ട് ചെയ്യുന്നത്. നോ പറയുമ്പോൾ അത് അവരോട് കാണിക്കുന്ന ബഹുമാനക്കേടായി പോമോ എന്ന് തോന്നുന്നതിന് പകരം അത് ആക്ച്വലി നമ്മൾ നമ്മളോട് കാണിക്കുന്ന ഒരു ബഹുമാനം. ഓക്കെ, നമുക്ക് നോ പറയുമ്പോൾ അതൊരു ഡിനയൽ അല്ല. നമുക്ക് എന്താണോ ശരി, ആ ശരിയിലെ നമുക്ക് റൈറ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നതാണ് നമ്മൾ നോ പറയുന്നതിലൂടെ അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ശരി, നമ്മുടെ റൈറ്റ് ടൈം, നമ്മുടെ റൈറ്റ് ചോയ്സ് ഒക്കെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് നോ എന്ന് പറയുന്നത്. അല്ലാതെ മറ്റുള്ളവരെ ഡിനൈ ചെയ്യുന്നതോ മറ്റുള്ളവരെ റിജക്ട് ചെയ്യുന്നതോ അല്ലാതെ മറ്റുള്ളവരെ ആക്സെപ്റ്റൻസ് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൂട്ടുന്ന ഒരു കാര്യം നമുക്ക് ഉപകാരപ്പെടില്ല എന്നതാണ്. സോ നമ്മുടെ സ്റ്റാൻഡ് കണ്ടെത്തി നമ്മളെ സ്വയം തിരിച്ചറിഞ്ഞ് നമ്മളെ നർച്ചർ ചെയ്ത് നമ്മൾ കൊണ്ടുവരണം. അപ്പോഴാണ് നമ്മളെ ബൗണ്ടറീസ് ഒക്കെ നമുക്ക് ശരിയായ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം പറ്റുക എന്ന്. സോ ഫീഡ്ബാക്ക് പറയാനുള്ള അവസരമാണ്, പറയാൻ പറ്റുന്ന സാഹചര്യമാണ്.